തിരുവോണ നാളിൽ ഒരു സന്യാസി തനിക്കുള്ള ഉച്ചഭക്ഷണം ഉണ്ടാക്കുവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് പാവപ്പെട്ട ഒരു കർഷകൻ സന്യാസിയുടെ ആ കുടിലിലേക്ക് കടന്നു വന്നത്. അയാൾ സന്യാസിയോട് പറഞ്ഞു, ഗുരു, ഇന്ന് നാട് മുഴുവൻ സന്തോഷം കൊണ്ട് ഉല്ലസിക്കുകയാണ്, തിരുവോണം ആഘോഷിക്കുകയാണ്. പക്ഷേ എനിക്ക് മാത്രം ഒരു സന്തോഷവുമില്ല. എൻ്റെ ജീവിതത്തിൽ എന്നും ദുഃഖം മാത്രമേ ഉള്ളൂ. എന്താണിതിന് കാരണം? തൻ്റെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടി സന്യാസി ഒരു കലത്തിൽ തനിക്ക് അന്ന് ഭിക്ഷയയച്ച് കിട്ടിയ കുറച്ച് അരിയും ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് തേയിലപ്പൊടിയും ആ തിളച്ചുകൊണ്ടിരുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. കുറേ കഴിഞ്ഞ് സന്യാസി ആ കർഷകനോട് പറഞ്ഞു, മകനെ നോക്കൂ, ഇതാ നല്ല കടുപ്പമുണ്ടായിരുന്ന അരി, അത് സോഫ്റ്റായി ഭക്ഷിക്കാൻ പാകത്തിനുള്ള നല്ല ചോറായിക്കൊണ്ടിരിക്കുന്നു. അതാദ്യമേ നെല്ലായിരുന്നു, അതിന് കട്ടിയുള്ള തോടുണ്ടായിരുന്നു. തൻ്റെ ജീവിതം സുരക്ഷിതമാണ് എന്നത് കരുതി. പക്ഷേ താൻ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ആ തോട്, അതെല്ലാം ആരോ മില്ലിൽ കൊണ്ടുപോയി ഇട്ട് തോടെല്ലാം മാറ്റി അത് അരിയായി മാറി. അതിനുമുമ്പ് അതിനെ കൊയ്ത് ഉണക്കിയിരുന്നു, സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മില്ലിലൂടെ സഹനങ്ങൾ എല്ലാം ഏറ്റുവാങ്ങി അത് അരിയായി മാറി. അവിടെ കൊണ്ടും തീർന്നില്ല അതിൻ്റെ സഹനങ്ങൾ. ഞാനിതാ അതിനെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുന്നു. പക്ഷെ ആ സഹനത്തിലൂടെയും കടന്നു പോയപ്പോൾ അത് നല്ല ഭക്ഷ്യോഗ്യമായ ചോറായി മാറി. നോക്കൂ, ഈ മുട്ടയുടെ കാര്യം. മുട്ട നല്ല സോഫ്റ്റായിരുന്നു. അതിനെ സംരക്ഷിക്കുന്ന ഒരു കവചം തോടുമുണ്ടായിരുന്നു. അത് അതിൻ്റെ തോടിലാണ് ഊറ്റം കൊണ്ടിരുന്നത്. പക്ഷേ തിളച്ച വെള്ളത്തിലിട്ടെങ്കിലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ ചൂടുവെള്ളത്തെ സഹിച്ചപ്പോൾ സോഫ്റ്റായിരുന്ന അതിൻ്റെ ഉള്ളം ഹാർഡായി മാറി. അതിനൊരു വസ്തുത മനസ്സിലാക്കാൻ അതിന് സാധിച്ചു. അതായത് എന്നെ സംരക്ഷിക്കുന്നത് എൻ്റെ ഈ തോടല്ല, പിന്നെയോ ഞാൻ തന്നെ ഹാർഡായി മാറണം, ഞാൻ തന്നെ കരുത്തുള്ളവനാകണം, എൻ്റെ ഉള്ളം കരുത്തുള്ളതായി മാറണം, കരുത്തുള്ളൊരു മനസ്സെനിക്കുണ്ടാകണം എന്ന് അത് തിരിച്ചറിയുകയും ആ മാറ്റത്തിന് വിധേയമാവുകയും ചെയ്തപ്പോൾ അതും ഭക്ഷ്യോഗ്യമായ മുട്ടയായി മാറി. ഇനി തേയിലപ്പൊടിയുടെ കാര്യം എടുത്തു നോക്കൂ. തേയിലപ്പൊടി ആകെ എല്ലാം തകർന്നു എന്ന് കരുതി നിരാശയിൽ കഴിയുകയായിരുന്നു. അതിനെ പൊടിച്ച് സഹനങ്ങളിലൂടെ കടത്തിവിട്ട് പൊടിയായി ഒന്നിനും കൊള്ളില്ലാന്ന് കരുതിയ അവസ്ഥയിൽ അത് എത്തിയിരുന്നു. യാതൊരു കഴിവുമില്ലാതെ അത് മണ്ണിനോട് സദൃശ്യമാകുന്ന രീതിയിൽ പൊടി ആയി മാറിയിരുന്നു. പക്ഷേ തിളച്ച വെള്ളത്തെ അത് അംഗീകരിക്കുകയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ആ തിളച്ച വെള്ളത്തെ തന്നെ അത് മാറ്റിമറിച്ചു. ഗുണമുള്ള, മണമുള്ള, രുചിയുള്ള ചായയാക്കി അതിനെ മാറ്റി. അപ്പോൾ നോക്കുക, തിളച്ച വെള്ളത്തിലാണ് ഇവ മൂന്നും ഇടപെട്ടത്. പക്ഷേ മൂന്നിലും മൂന്ന് മാറ്റങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ സാഹചര്യത്തെയല്ല പഴിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പൊള്ളുന്ന ചൂടുവെള്ളമാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ പെട്ടുപോകും. പക്ഷേ നമ്മളിൽ വരേണ്ട മാറ്റം ഇത്തരത്തിലാണ്. അതായത് അരി നല്ല ചോറായി മാറി, മുട്ട അത് ഭക്ഷ്യോഗ്യമായ ഒരു വസ്തുവായി മാറി, അതുപോലെ തന്നെ തേയില അത് ചായ ആക്കി വെള്ളത്തെ മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റൊന്നിനെ ഓർത്ത് വിഷമിക്കേണ്ട, താരതമ്യം ചെയ്ത് ദുഃഖിക്കേണ്ട. ഇവ മൂന്നും ഇന്ന് എൻ്റെ വായിലൂടെ, എൻ്റെ വയറ്റിൽ ഒരേ സ്ഥാനത്ത് എത്തേണ്ടവരാണ്. അതുപോലെയാണ് നാം എല്ലാവരും ഒരേ മരണമാകുന്ന ഒരേ വായിലൂടെ സ്വർഗമാകുന്ന ഒരേ സ്ഥലത്ത് ദൈവസന്നിധിയിൽ എത്തേണ്ടവരാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ മതി. നമ്മളിൽ വരേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ അത് സ്വാഭാവികമായി വന്നുകൊണ്ടിരിക്കും. താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി, അവൻ എന്നേക്കാൾ മുന്നിലായി വിജയിച്ചു എന്ന് കരുതേണ്ട ആവശ്യമില്ല, എന്ന് ഓർത്ത് പരിഭവിക്കേണ്ട ആവശ്യവുമില്ല. ഓരോരുത്തരും എത്ര തിളച്ച വെള്ളത്തിൽ അത് ഇടപെടുന്നുവോ അത്രമാത്രം അത് ശുദ്ധീകരിക്കപ്പെടുകയും ഭക്ഷ്യയോഗ്യമാക്കപ്പെടുകയും ചെയ്യും. നമുക്കറിയാം, സ്വർണം അത്
ഉയർന്ന നിരക്കിലുള്ള ചൂടിലൂടെ കടന്നു പോകുമ്പോൾ അത് വജ്രമായി മാറുകയാണ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ അവയും മാറും എന്ന് കരുതുക. അവയും ചേഞ്ച് ചെയ്യും, പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന ഫലം അത് ശാശ്വതമായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഹനങ്ങളെ നമ്മൾ ശപിക്കുകയോ അതല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജീവിതത്തിൽ വരും, പോകും. നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും. എല്ലാം നന്മയ്ക്കായിട്ട് അത് നമുക്ക് മാറുകയും ചെയ്യും. എല്ലാ ഗുരുക്കന്മാർക്കും സ്നേഹവന്ദനം. എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു.